Hello all. നമ്മൾ ഇന്ന് മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ ജസ്റ്റ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് വെക്ടേഴ്സിന്റെ കേസും അതുപോലെ മാട്രിക്സിന്റെ കേസും. അപ്പോൾ ഇതിൽ വെക്ടേഴ്സിന്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെക്ടേഴ്സ് ആൻഡ് ടെൻസേഴ്സ് ഈ രണ്ട് പോർഷൻസ് ഉണ്ടെങ്കിൽ പോലും സിലബസിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ടെൻസേഴ്സിന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസും ചോദിക്കാറില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ബുക്കുകൾ 2 ആണ് ലിസ്റ്റിൽ തന്നിട്ടുള്ളത്. ഇതില്ലെങ്കിൽ ഈ 2 ബുക്കുകൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതിൽ വെക്ടർ പഠിക്കാൻ ഏറ്റവും നല്ല ബുക്കാണ് ഫസ്റ്റ് നമ്മൾ എഴുതിയിട്ടുള്ളത്, ഷ്വാംസ് വെക്ടർ അനാലിസിന്റെ ബുക്ക് ആൻഡ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് മേരിയൽ ബോസ്. ഈ ഒരു ബുക്ക് ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സ് മേരിയൽ ബോസ് ബാക്കി എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് മാത്തമാറ്റിക്കൽ ബാക്കി എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നൗ നമ്മൾ ജസ്റ്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വെക്ടേഴ്സ് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം മെട്രിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the vector field xz I cap plus yj cap in cylindrical polar coordinate is. അപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലുള്ള വെക്ടർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് xz I cap plus yj cap. ഇതിന് നമ്മൾ എങ്ങനെയാണ് സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ ചെയ്യാവുന്നത്? അപ്പോൾ കർവിലീനിയർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രം സീരീസിൽ വെക്ടർ അനാലിസിന്റെ പോർഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ്, നിങ്ങൾ ഇതുവരെ നോക്കാത്ത ഒരാളാണെങ്കിൽ ആ ഒരു പോർഷൻ കവർ ചെയ്യുക, എന്നിട്ട് ഈ പ്രോബ്ലം ഒന്ന് നോക്കുക. അതിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് മാത്തമാറ്റിക്കൽ ഫിസിക്സിന്റെ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് കവർ ചെയ്യും. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സിറ്റ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ കോർഡിനേറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ x equal to കാർട്ടീഷ്യൻ അല്ല, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ x equal to rho cos phi, y equal to rho sin phi and z equal to z. ഇത് മാത്രം മതിയോ? പോരാ. എന്തുണ്ട് ഇവിടെ? ഐ ക്യാപ് തന്നിട്ടുണ്ട്, ജെ ക്യാപ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഐ ക്യാപ്പും ജെ ക്യാപ്പും എങ്ങനെയാണ് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ എഴുതുക എന്നുള്ളതും കൂടെ നോക്കണം. So I cap equal to in cylindrical coordinates in a term E rho cap cos phi minus E phi cap sin phi. Now J equal to E rho cap sin phi plus E phi cap cos phi. Okay, അപ്പോൾ I cap ഉം J cap എങ്ങനെയാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ എഴുതുക എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ടേമിൽ എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് എന്നുള്ള എക്സ്പ്രഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദി ആൻസർ. സോ എക്സിന് പകരം റോ കോസ് ഫൈ, സെഡിന് പകരം സെഡ് തന്നെയാണ്. സോ സെഡ് റോ കോസ് ഫൈ, ഐ ക്യാപ് എന്നുള്ളതിന് പകരം ഇ റോ ക്യാപ് കോസ് ഫൈ മൈനസ് ഇ ഫൈ ക്യാപ് സൈൻ ഫൈ പ്ലസ് y എന്നുള്ളതിന് പകരം നമുക്ക് റോ സൈൻ ഫൈ എന്ന് കൊടുക്കാം. സോ റോ സൈൻ ഫൈ, ജെ ക്യാപ് എന്നുള്ളതിന് പകരം ഇ റോ ക്യാപ് സൈൻ ഫൈ പ്ലസ് ഇ ഫൈ ക്യാപ് കോസ് ഫൈ. അപ്പൊ ആ ടേംസ് നമ്മൾ അവിടെ കൊടുത്തു. ഇതില് ഈ റോ ക്യാപ്പിന്റെ ടേംസ് എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. സോ ഈ റോ ക്യാപ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ കോസ് ഫൈ, കോസിന്റെ കോസ് സ്ക്വയർ വരും. ഈ ടേം ഉള്ളിലേക്ക് കൊടുക്കുകയും വേണം. അപ്പൊ നമുക്ക് എന്ത് വരും? സെഡ് കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ പ്ലസ് ഈ ഫൈ ക്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. സോ റോ സൈൻ ഫൈ കോസ് ഫൈ into 1 minus z e phi. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇത് വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ
നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ബുക്കിന്റെ PDF ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. അതുപോലെ ആപ്പിലും ഷെയർ ചെയ്ത് തരാം. ഓക്കെ. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതും വെക്ടേഴ്സിന്റെ കേസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Given that the condition del square phi equal to 0, then the solutions of del square psi equal to k grade phi dot grade phi is given by. നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ del square phi equal to 0, അതായത് ലാപ്ലേസ് ഇക്വേഷൻ ഓഫ് എ phi എന്ന് പറയുന്നത് 0 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. del square phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is equal to del dot grade phi equal to where phi is a scalar quantity. phi ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഗ്രേഡ് phi എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആയി. അത് വിത്ത് ഡെൽ ആയിട്ട് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ del square phi എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടെ നമുക്ക് del square phi equal to 0 എന്നുള്ളതായതുകൊണ്ട് ഗ്രേഡ് phi equal to ax cap plus by cap plus cz cap എന്ന് എഴുതാൻ പറ്റും. ഗ്രേഡ് phi equal to ax cap plus by cap plus cz. അത് നമ്മൾ ലാപ്ലേസ് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണുന്ന മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നൗ phi equal to alpha x plus alpha അല്ല ax plus by plus cz. അത് phi എന്നുള്ളത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന്റെ ഗ്രേഡ് phi എടുത്തു കഴിഞ്ഞപ്പോൾ ax cap plus by cap plus cz cap. ഇതിന്റെ ഡൈവേർജൻസ് എടുത്തു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ഗ്രേഡ് phi എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടുക? a എന്ന് പറയുന്നതും b എന്ന് പറയുന്നതും c എന്ന് പറയുന്നതും എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ബിക്കം 0. അങ്ങനെയാണ് നമുക്ക് del square phi equal to 0 എന്ന് കിട്ടും. ഇത് നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിലെ ലാപ്ലേസ് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണുന്ന സെയിം മെത്തേഡ് ആണ്. ഓക്കെ. സോ ax plus by plus cz എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. നൗ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് del square psi equal to k grade phi dot grade phi which is equal to k grade phi എന്താണ്? ax cap plus by cap plus cz cap. So grade phi dot grade phi എന്ന് പറയുമ്പോൾ that is ax square plus b square plus c square. ഇതാണ് ഗ്രേഡ് phi എന്ന് പറയും. ഗ്രേഡ് phi dot grade phi. So del square psi equal to നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാം. ഇത് psi. അങ്ങനെയാണെങ്കിൽ psi ആൻഡ് phi തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നാ ചോദിക്കുന്നത്. del square psiയും ഇത് തമ്മിലുള്ള റിലേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. then psi and phi how it is related അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചെക്ക് ചെയ്യാണ്. ലെറ്റ് psi equal to k phi square by 2. k phi square by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which is equal to k by 2 ax plus by plus cz the whole square. ഇതല്ലേ phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ax plus by plus cz. അപ്പോൾ phi square എന്ന് പറയുമ്പോൾ ax plus by plus cz the whole square. Right. Now grade psi ആദ്യം കാണുക. ഗ്രേഡ് psi എന്ത് വരും? This is k into ax cap plus by cap plus cz cap. Because 2 into അതായത് ax square equal to 2ax ആണ്. അപ്പോൾ 2ax എന്ന് പറയുമ്പോൾ നമുക്ക് ax plus by plus cz 2ax into പിന്നെ അതിന്റെ ഡെറിവേറ്റീവ് ഈ ഒരു ഫോമിലാണ്. then del square psi equal to നമുക്ക് dou square psi by dou x square plus dou square psi by dou y square plus dou square psi by dou z square ഈ ഒരു ഫോമിൽ എഴുതാം. which is equal to നമുക്ക് എന്ത് കിട്ടും? k
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ psi ഈക്വൽ ടു കെ ഫൈ സ്ക്വയർ ബൈ 2 എന്നുള്ള എക്സ്പ്രഷൻ ആണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അതായത് ഫൈയും സൈയും തമ്മിലുള്ള റിലേഷൻ വരുന്നത് ഫൈ ഈക്വൽ ടു ഡെൽ സ്ക്വയർ ഫൈ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫൈ ഈക്വൽ ടു നമുക്ക് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് എന്ന് എഴുതാൻ പറ്റും. നൗ ഗ്രേഡ് ഫൈ ഈക്വൽ ടു അതേപോലെ ഗ്രേഡ് ഫൈ ഡോട്ട് ഗ്രേഡ് ഫൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻറ്റു കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽ സ്ക്വയർ ഫൈ കിട്ടും. അങ്ങനെയെങ്കിൽ സൈ ആൻഡ് ഫൈ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചെക്ക് ചെയ്തിട്ടുള്ളത്. സോ സൈ ആൻഡ് ഫൈ തമ്മിലുള്ള റിലേഷൻ വരുന്നത് സൈ ഈക്വൽ ടു കെ ഫൈ സ്ക്വയർ ബൈ 2. ആ സെയിം എക്സ്പ്രഷൻ തന്നെ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് ആ റിലേഷൻ അവിടെ പോസിബിൾ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അതേപോലെ നമ്മളിവിടെ എടുത്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഓരോ വെറൈറ്റി അല്ലെങ്കിൽ ഓരോ മെത്തേഡിലുള്ള പ്രോബ്ലംസ് ആണ്. Now, what is the equation of plane which is tangent to the surface xyz equal to 4? What is the equation of plane which is tangent to the surface xyz equal to 4 at 1, 2, 2 എന്നുള്ള പോയിന്റിൽ വരുന്ന എന്താണ്? അപ്പൊ ഇതുപോലെ ടാൻജന്റിന്റെ കേസിലുള്ള ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്. ഇതുപോലത്തെ ഒരു പ്രോബ്ലം നെറ്റിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് xyz ഈക്വൽ ടു 8 എന്ന് പറഞ്ഞിട്ടായിരുന്നു നെറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സെയിം പോയിന്റ് തന്നെയാണ് 1, 2, 2 എന്നുള്ള സെയിം പോയിന്റ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സ്പ്രഷന് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ടേമിലേക്ക് മാറ്റി എഴുതും. നമ്മൾ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എഴുതുക z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രീതിയിലേക്ക് മാറ്റും. അപ്പൊ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? z ഈക്വൽ ടു 4/xy. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വരുന്നത്. Now the equation of plane tangent to the surface നമ്മളോട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്. That is z minus z0 equal to x minus x0 into fx at x0, y0 plus y minus y0 into fy at x0, y0 where z0, x0 അതേപോലെ y0 എന്നൊക്കെ പറയുന്നത് 1, 2, 2 അതായത് x0, y0, z0 എന്ന് പറയുന്നത് 1, 2, 2 ആ പോയിന്റുകളാണ്. ആൻഡ് fx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് fy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ വൈ. ഈ രണ്ട് ടേമാണ്. അപ്പൊ ഈ ഒരു എക്സ്പ്രഷനിൽ ഡയറക്ട്ലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണുന്നത് എഫ് എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ എഫ് എക്സ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പോ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പറഞ്ഞു, വിച്ച് ഈസ് ഈക്വൽ ടു 4/xy. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു minus 4/x square y and fy equal to minus 4/x y square. ഇനി എന്ത് ചെയ്യുക? fx at 1, 2 z ടേമിൽ നോക്കേണ്ട ആവശ്യമില്ല. fy at 1, 2 ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് z മൈനസ് z0 എന്ന് പറയുന്നത് 2 ആണ്. z മൈനസ് 2 equal to x minus 1 അതായത് x minus x0 into fx at x0 y0 plus y minus y0 എന്ന് പറയുന്നത് 2 ആണ്. fy at x0 y0 ഈ ഒരു രീതിയിൽ കൊടുക്കും. ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് അല്ലെങ്കിൽ ടാൻജന്റ് പ്ലെയിൻ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ കറസ്പോണ്ടിങ് ടു വിച്ച് ഈസ് ടാൻജന്റ് ടു ദ സർഫസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ
നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എഫ് എക്സിന്റെയും എഫ് വൈയുടെയും വാല്യൂസ് കൊടുക്കുക. അപ്പോ ഇവിടെ എഫ് എക്സിന്റെ വാല്യൂ എഫ് എക്സ് അറ്റ് 1 2 ഈക്വൽ ടു -4/x² എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ ആണ്. So that is 2, which is equal to -2, and fy equal to -4/xy², which is -4/x എന്ന് പറയുന്നത് 1 ആണ്, and y എന്ന് പറയുന്നത് 4 ആണ്, which is equal to -1. So z-2 equal to x minus 1 into fx, that is -2, plus y minus 2 into fy, that is -1. ഈ ഒരു എക്സ്പ്രഷനിൽ കൊടുക്കുക. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മളിവിടെ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ വിച്ച് ഈസ് ടാൻജന്റ് ടു സർഫസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ ആണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. z ഈക്വൽ ടു, അപ്പോൾ ആദ്യം നോട്ട് ചെയ്യേണ്ട കാര്യം z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ടേമിൽ നമ്മൾ എഴുതാം. എന്നിട്ടാണ് ബാക്കി കാൽക്കുലേഷൻ, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് നമ്മൾ ഈ ഒരു ഫോമിൽ എഴുതുന്നത്. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Now, next question. Suppose psi a is a conservative vector. Then a is a non-conservative vector and psi is non-zero scalar everywhere. Which one of the following is true? ഇതിൽ ഏതാണ് ട്രൂ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സപ്പോസ് psi a is a conservative vector. അപ്പോൾ നമ്മൾ ഫോഴ്സ് എടുത്ത് നോക്കുക. ഫോഴ്സിന്റെ കേസിൽ ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0. ഫോഴ്സ് എന്ന് പറയുമ്പോൾ കൺസർവേറ്റീവ് ആണ്. അതെ, കൺസർവേറ്റീവ് ആണോന്ന് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നത്? ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു 0. സോ ദിസ് എഫ് ഈക്വൽ ടു psi a ആണ്. ഇറ്റ്സ് എ കൺസർവേറ്റീവ് വെക്ടർ. ആൻഡ് എ എന്ന് പറയുന്നത് ഒരു നോൺ കൺസർവേറ്റീവ് വെക്ടർ ആണ്. ദാറ്റ് മീൻസ് ഡെൽ ക്രോസ് എ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, സോ ഡെൽ ക്രോസ് എ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞാൽ that is not equal to 0. A is a conservative vector, non-conservative vector, and psi എന്ന് പറയുന്നത് say non-zero scalar. Psi is a non-zero scalar. Then അവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാ ചെയ്യുക? ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഡെൽ ക്രോസ് എഫ് എന്നുള്ളതിന് പകരം psi a is equal to 0 and del cross a not equal to 0. So ഇവിടെ del cross psi a equal to psi del cross a minus a cross del psi. ഈ ഒരു ഫോമില് ഈ a cross grade psi ഈ ഒരു ഫോമിൽ എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു 0 ആണ് തന്നിട്ടുണ്ട്. സോ psi del cross a equal to a cross grade psi. Psi del cross a equal to a cross grade psi. Okay. Now, നമുക്കറിയാവുന്ന കാര്യം അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ഇതുവരേക്കും Now, a cross grade psi എന്നുള്ള ടേം നോക്കിക്കഴിഞ്ഞാൽ അതൊരു വെക്ടർ ആണ് നമുക്ക് കിട്ടുന്നത്. A cross grade psi is a vector gives the അത് എങ്ങനത്തെ ഒരു വെക്ടർ ആണ്? which is perpendicular to the plane in which a and psi belong. grade psi belong. അപ്പോൾ എയും സൈയും നിൽക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ ആയിരിക്കും ഈ ഒരു ടേം എന്ന് പറയും. ബിക്കോസ് നമ്മൾ കേൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് എ ക്രോസ് ബി എന്ന് പറഞ്ഞൊരു കേൾ എടുത്തു കഴിഞ്ഞാൽ എയും ബിയും നിൽക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അത് നിൽക്കുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു സൈഡ് ഡെൽ ഡോട്ട്
del cross A എന്നാണ് തന്നിട്ടുള്ളത്. Okay. So the dot product of this vector with A is 0. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ psi del cross A dot A ചെയ്യാം. psi del cross A dot A ചെയ്ത് കഴിഞ്ഞാൽ that will be 0. അതെന്തുകൊണ്ടാ? എയും ഡെൽ സൈയും നിൽക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണ് എ ക്രോസ് ഡെൽ സൈ. ഓക്കെ, ഇനി നമ്മൾ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിൽ എ ക്രോസ് ഗ്രേഡ് സൈ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതേപോലെ ഓരോ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കി. എ ക്രോസ് ഗ്രേഡ് സൈ 0 ആണോ എന്നുള്ളത്. എ ക്രോസ് ഗ്രേഡ് സൈ ഇവിടെ 0 ആണ്. ബിക്കോസ് ഇവിടെ സൈ ഡെൽ ക്രോസ് എ ഡോട്ട് എ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 0. സൈ ഡെൽ ക്രോസ് എ ഡോട്ട് എ എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ഒരു ടേം എന്നുള്ളതും 0 ആയിരിക്കും. സോ എ ക്രോസ് ഗ്രേഡ് സൈ ഈസ്, ഇവിടെ നമ്മളൊരു ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 0. സോ സൈ ഡെൽ ക്രോസ് എ ഡോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 0 ആണ്. അപ്പോൾ എയും സൈയും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ അവിടെ 0 ആയതുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. സോ നമുക്ക് അവിടെ ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് പറയാം. Now, next question. What is the angle between the surface y square plus z square equal to 2 and y square minus x square equal to 0? What is the angle between the surface? ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സർഫസ് ഇക്വേഷൻസ് അല്ലേ തന്നിട്ടുള്ളത്. ഇതുപോലെ രണ്ട് സർഫസ് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഗ്രേഡിയന്റ് ഫസ്റ്റ് എടുക്കുക. ആ ഒരു കേസിൽ ഫസ്റ്റ് അതിന്റെ ഗ്രേഡിയന്റ് കൺസിഡർ ചെയ്യുക. ആ ഗ്രേഡിയന്റ് എടുത്തതിന് ശേഷം അതിന്റെ ഇടയിലുള്ള ആംഗിൾ നമ്മൾ ഇങ്ങനെ കോസ് എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി മോഡ് എ മോഡ് ബി കോസ് തീറ്റ എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ y square plus z square equal to 2 എന്നുള്ളതിൽ grade of y square plus z square minus 2 equal to 0, gradient of y square minus x square minus 0 equal to 0. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കി, which is 2y which is equal to second ഓക്കെ. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റ് ഗ്രേഡ് 5 കാണണം. ഗ്രേഡ് 5 എന്ന് പറയുന്നത് 2y j cap plus 2z k cap. 2y j cap പ്ലസ് ഇത് ഞാൻ എഫ് എന്ന് കൊടുക്കുകയാണ്, ഇതിനെ ജി എന്ന് കൊടുക്കുകയാണ്. ഗ്രേഡ് എഫ് ഈക്വൽ ടു 2y j cap പ്ലസ് 2z k cap. അതുപോലെ ഗ്രേഡ് ജി ഈക്വൽ ടു 2y j cap minus 2x I cap. ഇത് രണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക? കോസ് തീറ്റ ഈക്വൽ ടു ഗ്രേഡ് 5 ഗ്രേഡ് എഫ് ഗ്രേഡ് ജി ഡോട്ട് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഗ്രേഡ് എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എ. ഓ അത് കാണാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? അറ്റ് 1 മൈനസ് 1 1 അങ്ങനെ 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. 1 മൈനസ് 1 1 1 മൈനസ് 1 1 അതാദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. 1 മൈനസ് 1 1 എന്ന് പറയുമ്പോൾ 2y ഇത് വരും മൈനസ് 2y മൈനസ് 2
j cap plus 2 k cap വരും. And here minus 2 j cap minus 2 I cap. ഈ രീതിയിൽ വന്നു. അത് ഇവിടെ കൊടുക്കുക. അപ്പോൾ എ ഡോട്ട് ബി ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ എ ഡോട്ട് ബി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്രേഡ് 5 ഗ്രേഡ് എഫ് ഡോട്ട് ഗ്രേഡ് ജി നമ്മൾ ആദ്യം ചെയ്യും. എന്നിട്ട് ആംഗിൾ കണ്ടുപിടിക്കുക. ഇവിടെ ആംഗിൾ അപ്പോൾ കോസ് ഇൻവേഴ്സ് 4/8 വരും. ദാറ്റ് ഈസ് 60 ഡിഗ്രി. ആൻസർ വരുന്നത് 60 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഫൈനൽ ആൻസർ ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇവിടെ മോഡുലസ് കാണുക. അങ്ങനെ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. Okay. Now, next question. Let R be a position vector of a point on a closed contour. What is the value of line integral closed integral R dot dr? അപ്പോൾ ലൈൻ ഇന്റഗ്രൽ ആർ ഡോട്ട് ഡി ആറിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്യാൽ മതി? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം. സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഡെൽ ക്രോസ് ആർ ഡി എക്സ്, ഇന്റഗ്രൽ ഓഫ് ആർ ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡെൽ ക്രോസ് ആർ ഡി ആർ. നമുക്കറിയാം ഡെൽ ക്രോസ് ആർ ഈസ് 0. അപ്പോൾ ഇന്റഗ്രേഷന്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഇസ് 0. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വെക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴും വെക്ടേഴ്സിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കൊരു ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അത് വെക്ടറിന്റെ കേസിലാണ് നമ്മൾ അതിനെ ഗ്രേഡിയന്റ് കണ്ടു കഴിഞ്ഞ് അതിനെ വെക്ടർ ആക്കി മാറ്റണം. ഗ്രേഡിയന്റ് കാണുമ്പോൾ അത് വെക്ടർ ആണ്. ഓക്കെ, പിന്നെ കൺസർവേറ്റീവ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് പാത്ത് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന പോലെയാണ്. കൺസർവേറ്റീവ് ആണോ, നമ്മൾ എടുക്കുന്ന പാത്ത് ക്ലോസ്ഡ് ആണോ എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. ഇനി മെട്രിക്സിന്റെ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ